ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. ഭരണ പ്രതിപക്ഷ നിരയിലെ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോകലുകൾക്കും സാക്ഷ്യം വഹിച്ച സഭാതലം ഏറെ കലുഷിതമായ 16ാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന് സമാപനമായി. ഈ വാരത്തിൽ ജൂൺ 29, 30, ജൂലൈ 1 തീയതികളിലായിരുന്നു സഭ സമ്മേളിച്ചത്. ഇതിൽ ആദ്യ ദിവസമായി 29-ന് തന്നെ സഭാതലം പോർവിളികളാൽ മുഖരിതമായി. പുതുതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ വിതരണം തടഞ്ഞതിനെതിരെ LDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പാനൽ രൂപീകരണം, കുറഞ്ഞ വേഗതയിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം എന്നിവയും ആ ദിവസം സഭയിൽ ചർച്ചയായി. മുൻ സർക്കാർ ആരംഭിച്ച തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിമാസ പെൻഷൻ വിതരണം നിർത്തിവച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിപക്ഷ വിമർശനം. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയത്. പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നും വീട്ടമ്മമാരുടെ കണ്ണുനീർ കാണാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. പട്ടിക സമഗ്രമായി പുനഃപരിശോധിച്ച ശേഷമേ പദ്ധതി തുടരുന്ന കാര്യം തീരുമാനിക്കൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റേത് സ്ത്രീവിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ പ്രതിപക്ഷം തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സഭാ നടപടികളുമായി സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിലവിലുള്ള പല ഭൂനിയമങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അവ കാലോചിതമായി പരിഷ്കരിക്കാൻ പ്രത്യേക പാനൽ രൂപീകരിക്കുമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ സഭയെ അറിയിച്ചതായിരുന്നു മറ്റൊരു പ്രധാന സംഭവം. പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച 2ാം ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിലുള്ള ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കാൻ ജില്ലാതല അദാലത്തുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റും ട്രാഫിക് നിയമങ്ങളും കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും ശ്രദ്ധേയമായി. നിലവിൽ 25 കിലോമീറ്ററിൽ താഴെ വേഗതയും 250 വാട്ടിൽ താഴെ മോട്ടോർ ശേഷിയുമുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നോൺ മോട്ടോറൈസ്ഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ അവയ്ക്ക് ലൈസൻസോ ഇൻഷുറൻസോ നിർബന്ധമില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രി CP ജോണിന്റെ മറുപടി. ഇത്തരം വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138 ക്ലോസ് 1 പ്രകാരം സംസ്ഥാനത്തിന് അധികാരമുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നിയന്ത്രണങ്ങളും ഹെൽമറ്റുകളും നിർബന്ധമാക്കുന്നത് സർക്കാർ ഗൌരവമായി പരിഗണിക്കുകയാണെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം V മുരളീധരനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ മറുപടി നൽകി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയ്ക്കും അതേ ദിവസം സഭാതലം സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കുടിശ്ശികയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കാൻ പുതിയ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ട്രഷറി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന്റെ കണക്കുകൾ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ സഭയിൽ അവതരിപ്പിച്ചു. ജൂൺ 30-ന് മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണ്ണയത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടി ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ നിയമസഭാ ചട്ടം 118 പ്രകാരം പ്രമേയം അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഭേദഗതികൾ വരുത്തണമെന്ന് BJP അംഗം V മുരളീധരൻ ആവശ്യപ്പെട്ടെങ്കിലും സഭ അത് തള്ളിക്കളയുകയും ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു.
സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായ വിതരണം വൈകുന്നതിനെതിരെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഫിഷറീസ് വകുപ്പിനെ വിമർശിച്ച് CPM അംഗം സജി ചെറിയാനാണ് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ധനസഹായമായി 1500 രൂപ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂറിന്റെ മറുപടി. ബാക്കി തുക സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ ബാക്കിയുള്ള 2 ഗഡുക്കളും ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സൗജന്യ റേഷൻ വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ ഇടപെട്ട് മുൻ സർക്കാരിനെ വിമർശിച്ചത് പിന്നീട് സഭയിൽ വലിയ ബഹളത്തിന് വഴിവെച്ചു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിന് ശേഷമായിരുന്നു ബഹളം. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പിണറായി വിജയൻ ഫിഷറീസ് മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടാണെന്ന് തോന്നും വിധമാണ് മറ്റൊരു മുതിർന്ന മന്ത്രി ഇടയിൽ കയറി മറുപടി പറഞ്ഞതെന്ന് കുറ്റപ്പെടുത്തി. കഴിവുകേട് എന്ന വാചകം ഭരണപക്ഷം ഒന്നാകെ ഏറ്റുപിടിച്ചതോടെ ബഹളമായി. ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലയോര മേഖലകളിലെ നിരന്തരമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കൃഷിനാശം സംഭവിച്ചവരുടെയും കുടുംബങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 1 ചേർന്ന സഭാ സമ്മേളനം സംഭവബഹുലമായിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല്, കേന്ദ്രത്തിന്റെ FCRA ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തി പാസാക്കിയ ധനബില്ല്, അതേചൊല്ലി പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നിവയ്ക്കെല്ലാം സഭാതലം സാക്ഷിയായി. ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്നതിനായി രാഷ്ട്രപതി സഭയുടെ അഭിപ്രായം തേടിയ ദ കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബില്ലിലെ വ്യവസ്ഥകൾക്ക് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബില്ലിലെ 10 വ്യവസ്ഥകളും സഭയിൽ വായിച്ചു കേൾപ്പിക്കുകയും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ യാതൊരു എതിർപ്പുകളുമില്ലാതെ അത് അംഗീകരിക്കുകയുമായിരുന്നു. സന്നദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി നിയമവും ചട്ടങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കേന്ദ്ര നിയമം കർശനമാക്കിയതുമൂലം സംസ്ഥാനത്തെ നിരവധി അനാഥാലയങ്ങളുടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായതിന്റെ ഔദ്യോഗിക കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയതായും അദ്ദേഹം മറുപടി നൽകി. LDF പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചു. എന്നാൽ BJP അംഗം V മുരളീധരൻ പ്രമേയത്തിന്മേൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും സഭ അത് തള്ളി. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി നൽകുന്നതിനുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നതായി ഗതാഗത മന്ത്രി CP ജോൺ സഭയെ അറിയിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് പുറമെ കോർപ്പറേഷന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്ന പദ്ധതിയും അദ്ദേഹം വിശദീകരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി ഉൾപ്പെടുത്തിയുള്ള ധനബില്ലിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവർ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ സാമ്പത്തിക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ സംസ്ഥാന ധനബില്ല് ശബ്ദ വോട്ടോടെ സഭ പാസാക്കി. ഈ വിഷയത്തിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് UDF മുന്നണിയുടെ ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. വിൽക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വിൽക്കില്ല. വിൽക്കണമെന്നാണെങ്കിൽ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നികുതിയായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ഭാഷാപരവും സാംസ്കാരികവുമായ കേരളത്തിന്റെ വ്യക്തിത്വത്തിന് ഭരണഘടനാപരമായ ഔദ്യോഗിക അംഗീകാരം നേടാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ജൂലൈ 1 സഭയിൽ കണ്ടത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അനുകൂലമായി നിന്നത്. കൂടാതെ സന്നദ്ധ സംഘടനകളെ പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ കേരളത്തിന്റെ പൊതുവികാരം ശക്തമായി കേന്ദ്രത്തെ അറിയിക്കാനും ഈ ദിനത്തിലെ നടപടികളിലൂടെ നിയമസഭയ്ക്ക് കഴിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം അക്ഷയ് ഷാജി.